നമസ്കാരം. സംസ്ഥാനത്ത് കരാർ അടിസ്ഥാനത്തിൽ നഴ്സുമാരെ 12 മണിക്കൂറിലധികം വിശ്രമമില്ലാതെ ജോലി ചെയ്യിപ്പിക്കുന്നത് ആധുനിക കാലത്തെ അടിമപ്പണിയാണെന്നും ഇത് തൊഴിൽ നിയമങ്ങളുടെ ഗുരുതര ലംഘനമാണെന്നും കെ.സി. വേണുഗോപാൽ എം.പി. സുപ്രീം കോടതി നിർദ്ദേശിച്ച 40,000 രൂപ അടിസ്ഥാന ശമ്പളം സംസ്ഥാനത്ത് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാണിച്ച അദ്ദേഹം ന്യായമായ ഈ ആവശ്യം പോലും പരിഗണിക്കാത്തത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്ത വിമുഖതയാണെന്ന് വിമർശിച്ചു. സ്വന്തം അവകാശങ്ങൾക്കായി സമരം ചെയ്യുന്ന നഴ്സുമാരെ അടിച്ചമർത്തുന്നത് ജനാധിപത്യ വിരുദ്ധ നടപടിയാണെന്നും അദ്ദേഹം ആരോപിച്ചു. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ സംഘടിപ്പിച്ച മാനവീയം വീതിയിലെ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യരംഗത്ത് 1-ാം സ്ഥാനത്താണെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും ആരോഗ്യ മേഖലയിലെ നിർണായകമായ തൊഴിലാളികളായ നഴ്സുമാർക്ക് കഴിഞ്ഞ 7 വർഷമായി ശമ്പള വർധനവ് ലഭിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വകാര്യ ആശുപത്രികൾ കോടികൾ ലാഭം കൊയ്യുന്ന സാഹചര്യത്തിൽ നഴ്സുമാർക്ക് യോജിച്ച വേതനം നൽകാത്തത് ഗുരുതരമായ അനീതിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നഴ്സുമാരുടെ അർഹതപ്പെട്ട അവകാശങ്ങൾ നിഷേധിക്കുന്ന നിലപാട് തുടരുകയാണെങ്കിൽ അതിന് കാലം കണക്ക് പറയുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. നഴ്സുമാരുടെ സമരത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും UDFന്റെയും പൂർണ്ണ പിന്തുണയുണ്ടെന്നും നിലവിലെ സർക്കാർ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം അധികാരത്തിലെത്തുന്ന UDF സർക്കാർ അവ നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അടിസ്ഥാന ശമ്പളം 40,000 രൂപ ആക്കണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ മേഖലയിലെ നഴ്സുമാർ രാവിലെയാണ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. മാനേജ്മെന്റുകൾ അനുകൂലമായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ പണിമുടക്ക് സമരത്തിലേക്ക് നഴ്സുമാർ കടക്കുമെന്നും യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ അറിയിച്ചു. 14 ജില്ലകളിൽ നിന്നായി 100 കണക്കിന് നഴ്സുമാരാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമരവുമായി എത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ സമരങ്ങളിൽ മാനേജ്മെന്റ് ഭാഗത്തുനിന്നും അനുകൂല തീരുമാനം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് സമരം കൂടുതൽ കടുപ്പിക്കുന്നത്. അടിസ്ഥാന ശമ്പളം 40,000 ആക്കുക, 6-6-12 ഷിഫ്റ്റ് നടപ്പിലാക്കുക, തുല്യ ജോലിക്ക് തുല്യ വേതനം നടപ്പിലാക്കുക, നഴ്സിംഗ് അധ്യാപകർക്ക് UGC സ്കെയിൽ ശമ്പളം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. പ്രതിഷേധ സമരം കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ശമ്പള വർധനവ് ആവശ്യപ്പെട്ടാണ് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ അനിശ്ചിതകാല സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. മിനിമം വേതനം 40,000 രൂപ ആക്കുക എന്ന ആവശ്യവുമായാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. മിനിമം വേതനം 40,000 രൂപയാക്കുക, ESI, PF പരിധി ഉയർത്തുക, കോൺട്രാക്ട് സംവിധാനവും ട്രെയിനിംഗ് സംവിധാനവും നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് തുടങ്ങിയ മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമാപിച്ചു. കേരളത്തിലെ സ്വകാര്യ ആശുപത്രി മേഖലയിൽ അവസാനമായി ശമ്പള പരിഷ്കരണം നടന്നത് 2018-ലാണ്. പിന്നീട് 7 വർഷത്തോളം സ്വകാര്യ മേഖലയിൽ ശമ്പള വർധനവ് ഉണ്ടായിട്ടില്ല. മിനിമം വേതനം പ്രഖ്യാപിക്കേണ്ട ഏറ്റവും കുറഞ്ഞ കാലാവധി 3 വർഷവും ഏറ്റവും കൂടിയ കാലാവധി 5 വർഷവുമാണ്. കഴിഞ്ഞ 5 വർഷമായി സംഘടന ഇക്കാര്യം ഉന്നയിച്ചിട്ടും സ്വകാര്യ മേഖലയുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. 2023-ൽ UNA നടത്തിയ ശക്തമായ സമരത്തിന്റെ ഭാഗമായി ശമ്പളം പരിഷ്കരിക്കാൻ ഉത്തരവിട്ടെങ്കിലും നാളിതുവരെ പ്രഖ്യാപനം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് സമരരംഗത്തേക്ക് ഇറങ്ങുന്നത്. കേരളത്തിലെ സർക്കാർ ആശുപത്രിയിലെ നഴ്സുമാരുടെ വേതനത്തിന്റെ പകുതി പോലും സ്വകാര്യ മേഖലയിലുള്ള നഴ്സുമാർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം.